നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരക്കഥയുടെ രീതിശാസ്ത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സസ്നേഹം സാദരം സ്വാഗതം. മലയാള സിനിമയിൽ ജയൻ എന്ന നടൻ്റെ സാന്നിധ്യവും മലയാളത്തിലെ ചില തിരക്കഥകളുമാണ് ഇന്ന് തിരക്കഥയുടെ രീതിശാസ്ത്രം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ജയസിയുടെ ശാപമോഷം എന്ന സിനിമയിലൂടെയാണ് കൊല്ലത്തുകാരനായ കൃഷ്ണൻ നായർ മലയാള സിനിമയിൽ എത്തുന്നത്. ജയൻ എന്ന പേര് അദ്ദേഹത്തിന് ചാർത്തി നൽകിയത് നടൻ ജോസ് പ്രകാശാണ്. ശാപമോഷം അത്രയേറെ വിജയമായില്ലെങ്കിലും തുടർന്ന് വന്ന ഹരിഹരൻ്റെ പഞ്ചമിയും ശരപഞ്ചരവും മലയാള സിനിമയിൽ ജയനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് കുടിയിരുത്തി. ജയനോളം വിസ്മയാധീനമായ ഒരു കാലഘട്ടം തീർത്ത നടീനടന്മാർ മലയാളത്തിൽ കുറവാണ്. വളരെ ചെറുപ്പത്തിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലത്ത് മലയാളത്തിൽ നിന്ന് വിട പറഞ്ഞ ജയൻ ഇന്ന് മലയാളികളുടെ മനസ്സിൽ ഒരു നൊമ്പരമായി അവശേഷിക്കുന്നു. ജയൻ്റെ ഓരോ ഓർമ്മ ദിനവും വല്ലാതെ മലയാളികളെ ബുദ്ധിമുട്ടിക്കുകയും വിഷമിപ്പിക്കുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ജയൻ ജീവിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാത്ത ഒരു മലയാളിയും മലയാളത്തിലില്ല. നിങ്ങൾക്കെല്ലാവർക്കും ജയൻ്റെ ചില സിനിമകളും അദ്ദേഹം തിരക്കഥയിൽ ചെലുത്തിയ സ്വാധീനവും എന്ന വിഷയത്തിലുള്ള ഇന്നത്തെ തിരക്കഥ ശാസ്ത്രത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹരിഹരനാണ് പഞ്ചമി എന്ന സിനിമ സംവിധാനം ചെയ്തത്. കാട്ടിനുള്ളിലാണ് ഈ ചിത്രത്തിൻ്റെ സിംഹഭാഗവും ഷൂട്ട് ചെയ്യപ്പെട്ടത്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായ സോമനാണ് ഇതിലെ മുഖ്യ കഥാപാത്രം. റേഞ്ച് ഓഫീസറായിരുന്ന ജോണാണ് ഇതിലെ വില്ലൻ. ജോണിനെയാണ് ജയൻ ഈ സിനിമയിൽ അഭിനയിച്ചത്. പ്രേംനസീറാണ് സോമൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. സോമൻ വളരെ സത്യസന്ധനും സുതാര്യതയുമുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അതേസമയം ജോണിന് അദ്ദേഹത്തിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോമൻ അദ്ദേഹത്തിന് പുതുതായി ചുമതലയേൽക്കാൻ കാട്ടിനുള്ളിലേക്ക് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരു രാത്രിയാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം ഒരു ഒറ്റയാനെ കാട്ടിന് നടുവിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. അർദ്ധരാത്രിയാണ് സമയം. വളരെ ബുദ്ധിമുട്ടി അദ്ദേഹം കാട്ടിനുള്ളിലേക്ക് തൻ്റെ ഓഫീസിലേക്ക് വരുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഒറ്റയാൻ മുന്നിൽ വന്ന് പെട്ടപ്പോൾ വളരെ വിദഗ്ധമായി സോമൻ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷേ കുറച്ചു ദൂരം നടക്കുമ്പോൾ തനിക്ക് മുമ്പ് ഫോറസ്റ്റ് റേഞ്ചറായിരുന്ന ജോണിൻ്റെ മൃതദേഹം അദ്ദേഹം വഴിയിൽ കാണുകയാണ്. ജോണിനെ കാട്ടാന കൊന്നതാണ്. ജോണിനെ ആ ഓഫീസിൽ ആർക്കും അത്രയേറെ ഇഷ്ടമല്ലായിരുന്നു. ജോണിന് ഒരു പെൺകുട്ടിയുമായി ഉണ്ടായിരുന്ന അടുപ്പമായിരുന്നു കാരണം. ആദിവാസി മൂപ്പറ്റ മകളായിരുന്നു ആ പെൺകുട്ടി. ആ പെൺകുട്ടിയെ ജോൺ വല്ലാതെ പീഡിപ്പിച്ചിട്ടുണ്ട്, മാനസികമായും ശാരീരികമായും. ആ പെൺകുട്ടിയെപ്പോലും എല്ലാവരും ആഗ്രഹിച്ചു ജോണിൻ്റെ മരണം. വളരെ പെട്ടെന്ന് ജോണിനെ സർക്കാർ ശിക്ഷിക്കുകയാണ്. ആ സ്ഥലത്ത് നിന്ന് സ്ഥലം മാറ്റുകയാണ്. അവിടേക്കാണ് സോമൻ എന്ന കഥാപാത്രം, അതായത് പ്രേംനസീർ അവതരിപ്പിക്കുന്ന ആ നടൻ, ആ കഥാപാത്രം അവിടേക്ക് എത്തിച്ചേരുന്നത്. ഹരിഹരൻ സംവിധാനം ചെയ്ത പഞ്ചമി എന്ന സിനിമയിൽ ജയൻ വരുന്നത് തീർത്തും അവിചാരിതമായിട്ടാണ്. KP ഉമറിനെയാണ് ജോൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ ഹരിഹരൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ തീർത്തും അവിചാരിതമായി തനിക്ക് ലൊക്കേഷനിൽ എത്തിച്ചേരാൻ കഴിയുകയില്ലെന്ന് KP ഉമർ ഹരിഹരനെ അറിയിച്ചു. അതോടെ മറ്റൊരാളെ തേടി ഹരിഹരൻ പരക്കം പാഞ്ഞു. ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. മദ്രാശിയിലെ സത്യ സ്റ്റുഡിയോയിലാണ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. ആ സമയത്ത് ഒടുവിൽ ജയഭാരതി ഹരിഹരനോട് പറഞ്ഞു, തൻ്റെ ഒരു ബന്ധുവുണ്ട്, കൊല്ലത്തുകാരനാണ്, കൃഷ്ണൻ നായർ എന്നാണ് പേര്, അയാൾ ഇവിടെ വന്നിട്ടുണ്ട്, അയാളെ ഒന്ന് പരീക്ഷിച്ചാലോ എന്ന്. ഹരിഹരൻ അക്കാലത്ത് മലയാളത്തിലെ ഏറ്റവും മാർക്കറ്റുള്ള സംവിധായകനാണ്. ഹരിഹരൻ തൻ്റെ മുറിയിലേക്ക് കൃഷ്ണൻ നായരെ വിളിപ്പിച്ചു. കണ്ട ഉടനെ തന്നെ ഹരിഹരന് കഥാപാത്രത്തെ ഇഷ്ടമായി. കാരണം ജോൺ ഒരു ക്രൂരനായ കഥാപാത്രമാണ്. വില്ലനിസത്തിൻ്റെ ഒരു പുതിയ മുഖം കാഴ്ചവെക്കുന്ന ഒരാൾ. കൃഷ്ണൻ നായർ ചേരും എന്ന് അദ്ദേഹം ജയഭാരതിയോട് പറഞ്ഞു. ഉടനെ തന്നെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായ P. ഡേവിഡിനോട് അദ്ദേഹത്തിൻ്റെ ജയൻ്റെ കുറേ ചിത്രങ്ങളെടുക്കാൻ ആവശ്യപ്പെട്ടു. ഉടനെ തന്നെ ജയൻ്റെ ചിത്രങ്ങളെടുത്ത് ഡേവിഡ് ഹരിഹരനെ കാണിച്ചു. ഹരിഹരന് ചിത്രങ്ങൾ ഇഷ്ടപ്പെട്ടു. ഇയാൾ ശരിയാവും എന്ന് പറഞ്ഞു. ഉടനെ തന്നെ മേക്കപ്പ് മാനെ വിളിച്ച് ജയനെ ജോണാക്കി മാറ്റാനും അദ്ദേഹം നിർദ്ദേശിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ജോണായി മാറിയ ജയൻ ചില സീനുകൾ ഹരിഹരൻ്റെ മുമ്പിൽ ആദ്യം അഭിനയിച്ച് കാണിക്കുകയാണ്. ഹരിഹരന് പൂർണ്ണമായി ആ കഥാപാത്രം ജയൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന വിശ്വാസം അനുഭവപ്പെട്ടു. സ്ത്രൈണത ഏറെയുള്ള നടന്മാരെയാണ് അക്കാലത്ത് മലയാളത്തിലെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിരുന്നത്. അവിടേക്കാണ് പൗരുഷത്വത്തിൻ്റെ പ്രതീകവുമായി ജയൻ വന്നു ചേരുന്നത്. ജയൻ ആ താരസിംഹാസനത്തെ കീഴടക്കുക തന്നെയായിരുന്നു എന്ന് പറയാം.
ഹരിഹരൻ്റെ പഞ്ചമി എന്ന സിനിമ പുറത്തിറങ്ങിയപ്പോൾ അതിൽ പ്രേംനസീറായിരുന്നു നായകനെങ്കിലും ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത് പ്രേംനസീറിനൊപ്പം ജയനുമാണ്. ജയൻ്റെ വേഷം ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ജോൺ എന്ന കഥാപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാണ് ജയൻ അഭിനയിച്ചിരുന്നത്. തിരക്കഥയുടെ എല്ലാ സാധ്യതകളും ജയൻ പരമാവധി പ്രയോജനപ്പെടുത്തി. ഒരുപക്ഷെ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ആ കഥയിൽ അദ്ദേഹം സൃഷ്ടിച്ച ആ കഥാപാത്രത്തിന് അദ്ദേഹം മനസ്സിൽ കണ്ട ഉൾക്കാമ്പ് അദ്ദേഹത്തെക്കാൾ കൂടുതൽ ജയൻ അവതരിപ്പിച്ചുവെന്ന് പറയാം. ജോൺ എന്ന കഥാപാത്രം ഒരിക്കലും മലയാളികൾക്ക് മറക്കാൻ പറ്റാത്തതായി മാറി. തുടർന്നും ഹരിഹരൻ്റെ ഒരു സിനിമ തന്നെയാണ് ജയനെ സൂപ്പർ ഹിറ്റാക്കിയത്. അത് ഹരിഹരൻ്റെ മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ ശരപഞ്ചരം എന്ന സിനിമയാണ്. അതിൽ ചന്ദ്രശേഖരൻ എന്ന കഥാപാത്രത്തെയാണ് ജയൻ അവതരിപ്പിച്ചത്. ചന്ദ്രശേഖരനും ഒരു വില്ലൻ വേഷമായിരുന്നു. അതിലെ നായികയുടെ ഭർത്താവ് തളർവാദം ബാധിച്ച് കിടക്കുകയായിരുന്നു. അവിടേക്ക് അവരുടെ ജീവിതത്തിലേക്കാണ്, അമ്മയുടെയും മകളുടെയും ജീവിതത്തിലേക്കാണ് ചന്ദ്രശേഖരൻ എന്ന കഥാപാത്രം കടന്നു വരുന്നത്. ചന്ദ്രശേഖരന് ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ടായിരുന്നു. അയാൾക്ക് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. ഒടുവിൽ സൗദാമിനി എന്ന കഥാപാത്രം ചന്ദ്രശേഖരൻ്റെ ഈ ദൗർബല്യം തിരിച്ചറിയുകയും ചന്ദ്രശേഖരനെ വെടിവെച്ച് കൊല്ലുകയുമാണ് ചെയ്യുന്നത്. അവിടെയും മലയാറ്റൂർ രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മാന്ത്രികമായ രചനാശൈലിയിൽ ഉണ്ടാക്കിയെടുത്ത ആ കഥാപാത്രത്തിന് അദ്ദേഹം കണ്ടതിനേക്കാൾ കാമ്പ് ജയൻ കാണിച്ചു കൊടുത്തു. ജയൻ്റെ ചന്ദ്രശേഖരൻ എന്ന കഥാപാത്രവും മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. 1979 ഹരിഹരൻ്റെ ശരപഞ്ചരം തിയേറ്ററിലെത്തുന്നത്. അക്കൊല്ലം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി ശരപഞ്ചരം മാറി. ഇതിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ ജയനും ജയഭാരതിയുമായിരുന്നു നായകനും നായികയും. മലയാളത്തിൽ അതിസാഹസികമായ രംഗങ്ങൾ സാധാരണ ഡ്യൂപ്പിട്ട് ചെയ്യുമായിരുന്ന ഒരു കാലമായിരുന്നു അത്. ജയൻ്റെ കടന്നുവരവോടുകൂടി അത്തരം ഡ്യൂപ്പുകളെയെല്ലാം ജയൻ പൂർണ്ണമായും ഒഴിവാക്കി. ഒടുവിൽ കോളിളക്കം എന്ന സിനിമയിൽ ഡ്യൂപ്പിട്ട് അഭിനയിച്ചാൽ മതി എന്ന സംവിധായകൻ്റെ വാക്കുകൾ കേൾക്കാതെയാണ് ജയന് അപകടം സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അതിസാഹസികമായ രംഗങ്ങൾ ഒരു മുൻ പട്ടാളക്കാരനായ ജയൻ നേരിട്ടാണ് എല്ലാ സിനിമയിലും അവതരിപ്പിച്ചിരുന്നത്. ശരപഞ്ചരം എന്ന സിനിമ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയതോടുകൂടി മലയാളത്തിൽ ഏറ്റവും മാർക്കറ്റുള്ള നടനായി ജയൻ മാറി. പ്രേംനസീറും മധുവും എല്ലാം ഒരു വശത്തും ജയൻ ഒറ്റയാനായി മറ്റൊരു വശത്തും. അതായിരുന്നു അക്കാലത്ത് മലയാള സിനിമ. ഒടുവിൽ മലയാള സിനിമ ജയനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു കാഴ്ചയും നാം കാണുകയുണ്ടായി. പ്രേംനസീർ ഉറപ്പിച്ചിരുന്ന താരസിംഹാസനത്തിലേക്ക് ജയൻ എന്ന നടൻ്റെ കടന്നുവരവാണ് മലയാള സിനിമ അക്കാലത്ത് കണ്ടത്. 1979 ജയനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു വർഷമായി മാറി. മലയാളത്തിലെ സംവിധായകർക്കെല്ലാം ജയനെ അവരുടെ സിനിമകളിൽ അഭിനയിക്കുവാൻ അതീവ താല്പര്യമായിരുന്നു. കാരണം സാഹസികമായ ഏത് രംഗമായാലും ജയൻ ഒറ്റയ്ക്ക് ചെയ്യും എന്ന ആത്മവിശ്വാസമായിരുന്നു കാരണം. ഇങ്ങനെ മലയാള സിനിമയെയും മലയാള സിനിമയിലെ തിരക്കഥകളെയും കഥകളെയും കുറിച്ച് മാത്രം ജീവിച്ചു പോന്ന ജയന് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ചഞ്ചലമാക്കിയ ചില സംഭവങ്ങളും ഇക്കാലയളവിലാണ് ഉണ്ടായത്. അതായത് 1979 ശേഷം ശരപഞ്ചരം എന്ന സിനിമ സൂപ്പർ ഹിറ്റായതിനു ശേഷം പി ഡേവിഡ് എന്ന നിശ്ചല ഛായാഗ്രാഹകൻ അതിലെ ചില എപ്പിസോഡുകൾ വളരെ വിസ്തരിച്ച് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ബേബി സംവിധാനം ചെയ്ത ലവ് ഇൻ സിംഗപ്പൂർ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് ജയൻ ലതയുമായി അടുക്കുന്നത്. മലയാളത്തിൽ അക്കാലത്ത് തിരക്കുള്ള നായികയായിരുന്നു ലത. തമിഴിലും ഒരുപോലെ അവർക്ക് തിരക്കുണ്ടായിരുന്നു. ലതയെക്കുറിച്ച് ചില ഗോസിപ്പുകൾ അക്കാലത്ത് മലയാളത്തിലെയും തമിഴിലെയും പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് തമിഴിലെ മുടിചൂടാ മന്നനായ MGRുമായി ലതയ്ക്ക് ബന്ധമുണ്ട് എന്നതായിരുന്നു. ഒരു സമയത്ത് ലതയും MGRും തമ്മിൽ പിണങ്ങി. അതോടുകൂടിയാണ് ലവ് ഇൻ സിംഗപ്പൂർ എന്ന സിനിമയിൽ അഭിനയിക്കുവാൻ ലത മലയാളത്തിലെത്തുന്നത്. ജയനെ കണ്ട ലത അദ്ദേഹത്തിൽ ആകൃഷ്ടനായി. അതുവരെ ഒരു തരത്തിലുള്ള ഇത്തരം പ്രണയബന്ധങ്ങളും ജയനില്ലായിരുന്നു. മാനസികമായും ശാരീരികമായും സിനിമയെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന ജയൻ ലത എന്ന പെൺകുട്ടിയിൽ, ലത എന്ന നായികയിൽ അനുരക്തനാവുകയാണ്. ഈ സംഭവം അറിഞ്ഞ സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജൻ ജയനെ വിലക്കി. ഒരു കാരണവശാലും താൻ ഈ പ്രണയബന്ധത്തിൽ പെടരുത്, കാരണം അവർക്ക് MGRുമായി ബന്ധമുണ്ടെന്ന് ഗോസിപ്പുകൾ നിലവിലുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തനിക്ക് തമിഴ്നാട്ടിൽ, അതായത് മദ്രാസിൽ കാലുകുത്താൻ സാധിക്കുകയില്ല. മദ്രാസ് എന്ന് പറഞ്ഞാൽ MGRൻ്റെ സിംഹാസനമാണ് എന്ന് പി ഡേവിഡും ജയനോട് നല്ല വാക്കുകൾ പറഞ്ഞു. പക്ഷേ ജയൻ ഇത്തരം കാര്യങ്ങളിലൊന്നും മുട്ടുകുത്താൻ തയ്യാറായ വ്യക്തിയായിരുന്നില്ല. ഇതിനിടയിൽ MGRൻ്റെ ഗുണ്ടകൾ ജയനെ മദ്രാസിലെ പാംഗ്രോവ് ഹോട്ടലിൽ വന്ന് ഭീഷണിപ്പെടുത്തിയതായി പി ഡേവിഡ് പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലും ജയൻ കീഴടങ്ങിയില്ല. കാരണം ജയൻ ഇന്ത്യൻ നേവിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. വിമുക്ത ഭടനായ ജയന്, ഈ രാജ്യത്തിൻ്റെ അഭിമാനം കാത്ത ജയന് ആർക്കു മുമ്പിലും തലകുനിക്കാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല.
ഇതിനിടയിൽ ലതയും ജയനും തമ്മിലുള്ള ബന്ധം മലയാളത്തിലെ പത്രങ്ങളിൽ വാർത്തയായി. മലയാളത്തിൽ മാത്രമല്ല, ലത തമിഴിൽ തിരക്കുള്ള നടിയായതുകൊണ്ട് തമിഴിലും ഇത് വാർത്തയായി. MGRനെ സ്വാഭാവികമായും ഇത് പ്രകോപിപ്പിച്ചിരിക്കണം. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നറിയില്ല. PN സുന്ദരം സംവിധാനം ചെയ്ത കോളിളക്കം എന്ന സിനിമയുടെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കുമ്പോൾ ജയൻ അകാലത്തിൽ നമ്മിൽ നിന്നും വിട പറയുകയാണ്. ജയനെയും ലതയെയും വേർപ്പെടുത്തിയതും ഈ കോളിളക്കത്തിലെ ആ രംഗമായിരുന്നു. അതിസാഹസികമായ രംഗങ്ങൾ ട്യൂപ്പില്ലാതെ അവതരിപ്പിക്കണം എന്ന കാര്യത്തിൽ തീർപ്പുണ്ടായിരുന്ന ജയൻ കോളിളക്കം എന്ന സിനിമയിലെ ഒന്നാം ടേക്ക് ഓക്കെ ആയപ്പോൾ അടുത്ത ടേക്കും തനിക്ക് തന്നെ ഒരിക്കൽ കൂടി ചെയ്യണം എന്ന് വാശി പിടിച്ചു. സംവിധായകൻ സുന്ദരം അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അദ്ദേഹം അതിൽ തന്നെ നിലയുറപ്പിച്ചു. അങ്ങനെ രണ്ടാമതും ആ രംഗം ചിത്രീകരിക്കുകയാണ്. പക്ഷേ രണ്ടാമത് ആ രംഗം ചിത്രീകരിക്കുന്നതിനിടയിൽ ജയൻ എയർ ട്രപ്പീസിൽ അപകടമുണ്ടായി ജയൻ താഴെ വീഴുകയാണ്. മദ്രാസിലെ ജനറൽ ആശുപത്രിയിൽ വെച്ച് ജയൻ മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം പിന്നീട് കൊല്ലത്ത് കൊണ്ടുവന്നാണ് സംസ്കരിച്ചത്. കൊല്ലത്ത് ജയൻ്റെ വീട്ടിൽ ലത വന്നിരുന്നു എന്ന് P. ഡേവിഡ് ഓർമ്മിച്ചിട്ടുണ്ട്. ജയൻ്റെ മൃതദേഹത്തിന് വളരെ അധികം മാറി നിൽക്കാതെ ജയൻ്റെ അരികിൽ നിന്ന് ലത വല്ലാതെ വീർപ്പ് മുട്ടി കരയുകയായിരുന്നു എന്ന രംഗവും ഡേവിഡ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. ജയൻ്റെ മരണം ഒരു സാധാരണ മരണമല്ല എന്ന് തീർച്ചയായും നമ്മളെല്ലാം ഇന്നും വിശ്വസിക്കുന്നു. അതിലെന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെന്നും പറയുന്നു. പക്ഷേ അത് സംബന്ധിച്ച് യാതൊരു തെളിവും മലയാളികളുടെ കയ്യിലില്ല. സംഭവം നടന്ന ദൃക്സാക്ഷികളുടെ കയ്യിലുമില്ല. ജയനെപ്പോലെ പ്രതിജ്ഞാബദ്ധതയുള്ള നടന്മാർ അന്നും ഇന്നും മലയാള സിനിമയിൽ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ അവരുടെ മനസ്സിൻ്റെ ഏതൊക്കെയോ കോണുകളിൽ ജയന് സവിശേഷമായ ഒരു സ്ഥാനം നൽകി അവർ കാത്തുസൂക്ഷിക്കുന്നതും. ജയൻ്റെ മരണത്തിലെ ദുരൂഹതകൾ ഇന്നും മാറിയിട്ടില്ല. ജയൻ ആശങ്കപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ് ഓരോ മലയാളിക്കും. ശാപമോക്ഷത്തിലൂടെ, ശരപഞ്ചരത്തിലൂടെ, പഞ്ചമിയിലൂടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ടവനായി മാറിയ ജയന് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത രംഗം കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.